ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിൽ കൂട്ടരാജി. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പാർട്ടി വിട്ടു. കേരളത്തിൽ ശിവസേനയ്ക്ക് സംഘടനാ രൂപം നൽകിയ MS ഭുവൻചന്ദ്രൻ രാജിവെച്ചതിന് പിന്നാലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ശിവസേനയിൽ കൂട്ടരാജി. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും 14 ജില്ലാ പ്രസിഡന്റ്മാരും സെക്രട്ടറിമാരും അടക്കമുള്ള നേതാക്കളാണ് ശിവസേന വിട്ടത്. പാർട്ടിയുടെ വക്താവ് പ്രിയങ്കരനായ പള്ളിക്കൽ സുനിൽജി, ശ്രീ ഏറെ പ്രിയപ്പെട്ട രാജീവ് രാജധാനി, ശ്രീ താമരക്കുളം രവി, ശ്രീ അനിൽ ദാമോദർ, ശ്രീ കോട്ടുകാൽ ഷൈജു, പിന്നെ എല്ലാവരും പേരെടുത്ത് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മുഴുവനും നേതാക്കളാണ്. എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നതിന്റെ കാര്യം പള്ളിക്കൽ സുനിൽജി ആമുഖമായി സൂചിപ്പിച്ചു. ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ കേരളത്തിന്റെ 14 ജില്ലകളിലും കൈപിടിച്ചുയർത്തി നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ഉള്ള പ്രസിഡന്റുമാർ. എറണാകുളം YMCA ഹാളിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു ഭാരവാഹികളുടെ രാജി പ്രഖ്യാപനം നടന്നത്. നേരത്തെ രാജിവെച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്ന MS ഭുവനചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശരിക്കും 90-ൽ ആരംഭിക്കുന്നത് 87-ല് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ പോയി ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹിബിനെ നേരിൽ കാണുകയാണ്. അന്ന് ഞാൻ കാണുന്ന സമയത്ത് ശിവസേനയ്ക്ക് ഇന്ന് കാണുന്ന പേരുകൾ അല്ലെങ്കിൽ അംഗീകാരമൊക്കെ ഉള്ള കാലഘട്ടമല്ല. അന്നൊരു MLA മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു. കാരണം അന്ന് മഹാരാഷ്ട്രയിലും എല്ലാ സ്ഥലത്തും ശിവസേനയില്ല. മുംബൈ നഗരത്തിൽ മാത്രമേ ഉള്ളൂ. 1-2 സ്ഥലങ്ങളിൽ നാമമാത്രം പ്രവർത്തിക്കുന്ന മുംബൈ നഗരത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ അന്ന് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള വിശ്വാസം, അങ്ങയുടെ വാക്കുകൾ, ആ വാക്കുകൾ പറഞ്ഞാൽ മാറ്റമില്ലാത്ത വാക്കുകൾ, ആ വാക്കുകളിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നി. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അതിനുശേഷം 89 സമയത്ത് ശിവസേനയ്ക്ക് നിരവധി MLA ഉണ്ടാകുന്നു. 90-ൽ MP ഉണ്ടാകുന്നു. 95-ൽ പാർട്ടി അധികാരത്തിൽ വരും. ഞാൻ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ബാലാസാഹിബിനെ കാണുന്ന സമയത്ത് മുംബൈ നഗരത്തിലായി ഇന്ത്യയുടെ ഒരു സംസ്ഥാനങ്ങളിലും ശിവസേനയില്ല. പിന്നെ എൻ്റെ പരിശ്രമം മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അതേപോലെ മറ്റു നിരവധി സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം ഞാൻ തന്നെ പല വ്യക്തികളെ കാണുകയും പ്രസ്ഥാനം തുടങ്ങുകയും. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ബാൽ താക്കറെ ശിവസേന രൂപീകരിച്ചതെന്ന് MS ഭുവനചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഉദ്ധവ് താക്കറെ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സനാതന മൂല്യങ്ങളെ പോലും തള്ളിപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോടും മുന്നണികളോടുമൊക്കെ കൂട്ടുചേരുകയായിരുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ ശിവസേനയിൽ നിന്നും രാജിവെച്ചതെന്ന് MS ഭുവനചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണം, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിടാൻ കാരണം ഈ ഉദ്ധവ് താക്കറെയുടെ സമീപനം, അല്ലെങ്കിൽ നയ രൂപീകരണത്തിൽ, അല്ലെങ്കിൽ പാർട്ടി നയത്തിനുള്ള ഒരു അപാകത അല്ലെങ്കിൽ വൈകല്യമാണ് ഇന്നത്തെ കാരണം. ഞാൻ 90-ൽ അല്ലെങ്കിൽ 87-ൽ ഇത് ഉദ്ധവ് താക്കറെ കാണും. അന്ന് അദ്ദേഹം ശിവസേനയിൽ വന്നിട്ടില്ല. അന്ന് ശിവസേനയിലുള്ളത് രാജ് താക്കറെയാണ്. ഇദ്ദേഹം ഫോട്ടോഗ്രാഫറായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് പാർട്ടിയോട് താല്പര്യമുണ്ട്. 95-ൽ അദ്ദേഹം ശിവസേന അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം കാണുന്നതിന് വേണ്ടി കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ശിവസേനയിലില്ല. ബാലാസാഹിബ് എന്നെ പറഞ്ഞു, എൻ്റെ മകൻ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളം കൊണ്ടുപോയി കേരളത്തിൻ്റെ ഈ കടലും ഈ കായലുമൊക്കെ കാണിച്ച് അദ്ദേഹത്തിനെ തിരിച്ചയക്കണം. അദ്ദേഹം കുടുംബമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മളോട് പറയുന്നു, ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് രാജ് താക്കറെയാണ്,
ഇദ്ദേഹത്തിനോട് രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ ഉപദേശിക്കും. അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം നമ്മൾ. പാർട്ടി സംസ്ഥാന വക്താവായിരുന്ന പള്ളിക്കൽ സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TR ദേവൻ, ശിവസേന നേതാക്കളായിരുന്ന അഡ്വക്കേറ്റ് രാജീവ് രാജധാനി, രാമകൃഷ്ണൻ ഉണ്ണിത്താൻ, പുത്തൂർ വിനോദ്, പപ്പൻ കോഴിക്കോട്, ബിജു വാരപ്പുറത്ത്, അനിൽ ദാമോദരൻ, താമരക്കുള രവി, TS ബൈജു, കോട്ടുകാൽ ഷൈജു, പ്രസന്നൻ താനിമൂട് തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് ആരാധ്യനായ നമ്മുടെ ശ്രീ MS നരേന്ദ്രൻജിക്കുള്ളത്. ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ അന്നദാനവും രക്തദാനവും ഗണേശോത്സവവും ഒക്കെയായി മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പ്രധാന പ്രവർത്തനങ്ങൾ നടത്തി മംഗളകരമായി മതമേതായാലും ജാതി ഏതായാലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം ഏതായാലും. പാർട്ടി സംസ്ഥാന വക്താവ് പള്ളിക്കൽ സുനിൽ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TR ദേവൻ, സാമ്പത്തിക കാര്യസമിതി ചെയർമാൻ കോട്ടുകാൽ ഷൈജു, മീഡിയ സെൽ ചെയർമാൻ പ്രസന്നൻ താനിമൂട്, വിജേന്ദ്രകുമാർ, ശാന്താലയം ശശികുമാർ, താമരക്കുളം രവി, രാമകൃഷ്ണൻ ഉണ്ണിത്താൻ, സുകുമാരൻ, ബിനീഷ്, G സന്തോഷ് കുമാർ, സതീഷ് വാരിക്കാട്, അനൂപ് ഒറ്റപ്പാലം, സുരേഷ്, പത്മകുമാർ, സജിത്ത്, ജയരാജ്, രാജേഷ് യാദവ് എന്നീ ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മണ്ഡലം ഭാരവാഹികളുമടക്കമുള്ളവരാണ് രാജിവെച്ചതെന്ന് TR ദേവൻ പറഞ്ഞു. 1992-94 പാർട്ടിയുടെ സംസ്ഥാന ക്യാമ്പ് കാലടിയിൽ ശ്രീ കാലടി ബൈജുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വേദിയിലുണ്ട് നടക്കുകയാണ്. അതിനൊരു സംഭാവന വിരിക്കാൻ ഇന്ന് കാണുന്ന ശീമാട്ടി എന്ന സ്ഥാപനത്തിലേക്ക് ഞാനും ബോൾഗാട്ടി ദിലീപും CRP കുട്ടൻ എന്ന് പറയുന്ന സഹോദരനും കൂടെ കടന്നിരിക്കുകയാണ്. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് അന്ന്. ഭാവി പരിപാടികൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.